സ്വർഗസ്ഥനായ ദൈവം ചെറുക വേലി ഒന്ന് പൊക്കിക്കൊടുക്കും. സ്വർഗസ്ഥനായ ദൈവം വേലി പൊക്കാതെ ഒരു ചെറിയ തലമുടി പോലും തൊടുവാൻ സാത്താന് ധൈര്യമില്ല, തൊടത്തുമില്ല. കാരണം അവനറിയാം ഇത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വിലയാണ്, ഇതെ തൊട്ടാൽ എനിക്ക് പൊള്ളുവെന്ന് അവനറിയാം. കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ആരും അതിനെ പിടിച്ചു പറിക്കില്ല. എൻ്റെ ആടുകൾ എൻ്റെ കയ്യിലിരിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് അവരെ എന്ത് ചെയ്യാനൊക്കെയില്ല, പിടിച്ചു പറിക്കാനിക്കില്ല. പിന്നെ യെശയ്യാവിൻ്റെ 49 അധ്യായത്തിന് 15-16 വായിച്ചാട്ട്. യെശയ്യാ 49:15-16. ഐസയ്യാ 49:15-16. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ വെച്ചിരിക്കുന്നു എന്നല്ല, ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ ചിലപ്പോൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എന്താവും, താഴെ വീഴുന്നു വരും. വരച്ചിരിക്കും. നിങ്ങൾ പച്ച കുത്തിയിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കൈ എങ്ങനെല്ലാം മാറിയാലും കയ്യിൽ നിന്ന് താഴെ പോവുകയില്ല, വരച്ചിരിക്കുകയാണ്. ആരുടെ കയ്യിലാ? വലിയവനായ ദൈവത്തിന്റെ കയ്യിൽ വരച്ചിരിക്കുകയാണ്. പിന്നെ നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ വരച്ചിരിക്കുകയാണ്. നിന്റെ കോമ്പൗണ്ട് വാൾ, മതിലുകൾ എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ അനുവാദം കൂടാതെ തൊടാൻ കഴിവുള്ള ഏതെങ്കിലും ശക്തിയുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ സ്വർഗസ്ഥനായ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അവന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകാൻ കഴിവുള്ള ഏതെങ്കിലും ശക്തിയുണ്ടോ? സാത്താനും അവന്റെ സകല സൈന്യവും വന്ന ദൂരെ നിന്ന് നോക്കിയേച്ചു പോകുമെന്നല്ലാതെ അടുത്തു വരുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ വിടുതലിന്റെ ശക്തി എത്രമാത്രമാണ്. ഇസ്രായേൽ മക്കളെ ഞാനൊന്ന് കാണിച്ചു തരാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം എടുത്താട്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 23-24 വായിച്ചാട്ട്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. 22, 23, 24 വായിച്ചാട്ട്. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. പിറ്റേന്നാൾ വെളുക്കും വരെ ആരും വീടിന് പുറത്ത് ഇറങ്ങരുത്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടിളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. രക്തം കാണുമ്പോൾ യഹോവയായ ദൈവം വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സംഹരിക്കേണ്ടതിന് സംഹാരം നിങ്ങളുടെ അടുക്കൽ വരികയുമില്ല. അതിന്റെ 29-30 വായിച്ചാട്ട്. 29-30, 12-29-30. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിൽ ഇരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്രയീമ്യരും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രയീമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. മിസ്രയീമിൽ വലിയ നിലവിളി ഉണ്ടായി. ഫറവോൻ രാജാവും അവന്റെ മന്ത്രിമാരുടെ വീടുകളുടെ കാവലിന് അവരുടെ പട്ടാളക്കാര് നിൽപ്പുണ്ട്. ഗേറ്റ് എല്ലാം നല്ലവണ്ണം അടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടും അവരുടെ വീടിനകത്ത് സംഹാരൻ കയറി വലിയ നിലവിളി. ഒരു വീട് പോലും ഇല്ല മരണം കയറാത്തത്. ഫറവോന്റെ വീട്ടിലും കയറി, എല്ലായിടത്തും കയറി. എന്നാൽ പാവപ്പെട്ട ഒരു കൂട്ടം, അതിന്റെ 11-ാം അധ്യായത്തിന്റെ 6-7 വായിച്ചാൽ. 11-ാം അധ്യായത്തിന്റെ 6-7. പുറപ്പാട് 14-6-7. മിസ്രയീം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. വലിയൊരു നിലവിളി ഉണ്ടായി. എന്നാൽ ഉണ്ടാവും. യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലർക്കും മധ്യേ വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും, ഇസ്രായേൽ മക്കളും മിസ്രയീമിലും നമ്മളെ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ
മൃഗത്തിന്റെയോ നേരെ ഒരു നായ് പോലും നാവനക്കുകയില്ല. ഒരു നാ പോലും ആനക്കുകയില്ല. പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഇസ്രായേലിയർക്ക് മിസ്രൈമിൽ വിടുതൽ വന്നുവെങ്കിൽ കാൽവരിയിൽ നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്ന് തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ നമുക്ക് അവൻ എത്ര വേലി കെട്ടിയിട്ടുണ്ട്, ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ധാരണയുണ്ടാകുന്നു ഈ പ്രയാസം സാത്താൻ കൊണ്ടുവന്ന, സാത്താനാണ് ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പോലും തൊടുവാൻ സാത്താന് കഴിയുകയില്ല. കാരണം സാത്താൻ അറിയാം ഇത് ദൈവത്തിൻ്റെ വകയാണ്. സാത്താൻ നല്ലവണ്ണം അറിയാം ഇത് വിലയ്ക്ക് വാങ്ങിയതാണ്. ഹല്ലേലൂയ. നമ്മളെ സൃഷ്ടിച്ചത് മാത്രമല്ല, നമ്മെ എന്ത് ചെയ്താണ്? വിലയ്ക്ക് വാങ്ങി. 1 കൊരിന്ത്യർ 6:19 വായിച്ചാൽ 1 കൊരിന്ത്യർ 6:19. 1 Corinthians chapter 6 verse 19 and 20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ ദൈവത്തിന് 2 അവകാശമുണ്ട്. ഒന്ന് സൃഷ്ടിച്ച സൃഷ്ടിതാവിന്റെ അവകാശം, രണ്ടാമത് എന്താണ്? വിലയ്ക്ക് വാങ്ങിയ അവകാശം. 2 അവകാശമാണുള്ളത്. ഹല്ലേലൂയ. ഒരവകാശമല്ല, 2 അവകാശം. ഞാൻ ഒരു ചെറിയ കഥ ഓർക്കുന്നു. ചെറിയ കഥ പറയാൻ. ഒരു വീട്ടിൽ ഒരു പൈതലുണ്ടായിരുന്നു. ആ പൈതലിന് ബർത്ത്ഡേക്ക് അവനൊരു ഗിഫ്റ്റ് വേണമായിരുന്നു. അപ്പോൾ അവന് ഗിഫ്റ്റ് വേണമായിരുന്നു. അപ്പോൾ അവൻ്റെ പിതാവ് അവനൊരു ഗിഫ്റ്റായിട്ടൊരു ചെറിയ വള്ളം മേടിച്ചു കൊടുത്തു. തടിയുണ്ടുള്ള ചെറിയൊരു വള്ളം, ചെറിയ പൊങ്ങുതടിയുണ്ടുള്ള ചെറിയ വള്ളം, വളരെ സൗന്ദര്യമുള്ളതാണ്. അത് അവൻ്റെ സ്വന്തമായി അവൻ്റെ പിതാവ് അവന് കൊടുത്തതാണ്. അതവനിങ്ങനെ ഉപയോഗിച്ചിരുന്നപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ഒരു വെള്ളപ്പൊക്കം വന്നു. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് മഴ പെയ്ത് വെള്ളം ഒഴുകാൻ തുടങ്ങി. അവൻ ആ വെള്ളത്തിൽ ഈ ബോട്ട് ഇങ്ങനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിൽ നിന്ന് വലിയൊരു ഒഴുക്ക് വന്നപ്പം അവൻ്റെ വള്ളം അങ്ങ് ഒഴുകിപ്പോയി. അപ്പം അവൻ ഒരുപാട് തേടി നടന്നു, കിട്ടിയില്ല. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആ കൊച്ചു വള്ളം എത്ര നല്ലതായിരുന്നത്, എനിക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ ഒരിടത്ത് നടന്ന് പോയപ്പോൾ വളരെ താഴെ നോക്കിയപ്പോൾ ഒരു വീട്ടിൽ അവരുടെ ഡ്രോയിങ് റൂമിൽ ആ വള്ളം ഇരിക്കുകയാണ്. ഉടനെ അവർ പറഞ്ഞു, ഇതെൻ്റെ വള്ളമാണ്, ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഒക്കുകയില്ല, ഇത് നിൻ്റെ വള്ളമാണ്, ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിയതാണ്. അവർ പറഞ്ഞു, അപ്പോൾ എത്ര രൂപയാണ്? പറഞ്ഞു 300 രൂപ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞു. ആ സഹോദരൻ, ആ യൗവനക്കാരൻ എന്ത് ചെയ്തു? അവൻ്റെ ഈ പണമില്ല, വളരെ ദിവസം കൂലി വേല ചെയ്ത് 300 രൂപ കൊടുത്ത് ആ വള്ളം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് പറയുകയാണ്, വള്ളമേ, ആദ്യമേ നീ എൻ്റേതായിരുന്നു, രണ്ടാമത് നീ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയി, ഞാൻ 300 രൂപ കൊടുത്ത് അധ്വാനിച്ച് നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഇത് നിനക്ക്, നിൻ്റെ മേലെനിക്ക് 2 അവകാശമുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവായ യഹോവ. അതുകൂടാതെ നമ്മൾ പാപികളായി സാത്താൻ്റെ അധീനത്തിലിരുന്നപ്പോൾ അവൻ തൻ്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയ 2 അവകാശം നമ്മുടെ മേലുണ്ട്. ഈ 2 അവകാശം നമ്മുടെ മേലുള്ളതായ കർത്താവ് സാത്താൻ്റെ ഒരു ശക്തിയെയും നമ്മെ തൊടുവാൻ അവൻ്റെ ഇഷ്ടപ്രകാരം അനുവദിക്കുകയില്ല. നമ്മളെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയല്ല. സ്വർഗത്തിലെ ദൂതന്മാരുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് വരുന്ന സകല കാര്യങ്ങളിലും എപ്പോഴും ചിന്തിക്കണം, ഏതോ ഒന്ന് ക്രമപ്പെടുത്താനുണ്ട്. അതുകൊണ്ടാണ് എന്നെ വലയ്ക്കകത്താക്കിയിരിക്കുന്നത്. സ്തോത്രം. വലയ്ക്കകത്താക്കുന്നത് ഏതോ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കാനാണ്. ഇനി സങ്കീർത്തനം 66 വീണ്ടും വന്നാട്ട്, വലയ്ക്കകത്താക്കുക മാത്രമാണോ? 66:10 മുതൽ വായിച്ചാട്ട് വീണ്ടും. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു.
പാപഭാരം മാറ്റുന്നവൻ എന്ത് ചെയ്തിരിക്കുക? വലിയ ഭാരം. എല്ലാരും പറഞ്ഞാട്ടെ, എന്താ വെച്ചിരിക്കുന്നത്? മുതുകിന് വലിയ ഭാരവും വെച്ചിരിക്കുക.